എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്വസ്റ്റ്യൻ നമ്പർ 40 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 41st ക്വസ്റ്റ്യൻ നമ്മൾ എന്താണെന്ന് നോക്കാം. അതിനകത്ത് പറഞ്ഞിരുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് മാംഗനീസ് ഈസ് ഈക്വൽ ടു 50 into 10⁻⁻8 ohm meter. ഇതാണ് നമ്മുടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ റെസിസ്റ്റൻസ് ഓഫ് എ ക്യൂബ് ഓഫ് ലെങ്ത് 50 meter വിൽ ബി. 50 meter ലെങ്ത് ഉള്ള ഒരു ക്യൂബാണ്. ക്യൂബ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യൂബിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഇതാണ് ലെങ്ത് എൽ, ഇത് ലെങ്ത് എൽ. ഇതാണ് ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ട് വരിക. നമ്മൾ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ഇത് ലെങ്ത് ആയിട്ട് വരും, ഇത് ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ട് വരും. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. That is it is equal to rho divided by L. That is 50 into 10⁻⁻8 divided by 50. That is equal to 10⁻⁻8 ohm. This is the answer. Therefore, answer is 10⁻⁻8 ohm. That is the answer. Okay. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 10⁻⁻ ohm ആണ് നമ്മുടെ ഇതിന്റെ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ക്യൂബ് ഈസ് ഈക്വൽ ടു 10⁻⁻8 ohm. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 41ന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് മാംഗനീസ് സോ ആൻഡ് സോ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ടു ക്യൂബ്സ് ഓഫ് ലെങ്ത് 50 meter. രണ്ട് ക്യൂബുകളെ എടുത്ത് ഇങ്ങനെ സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരെണ്ണം അടുത്തതിനെ എടുത്ത് ഇങ്ങനെ സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓർക്കുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തിന് ലെങ്തുമായിട്ടും ഏരിയയുമായിട്ടും ബന്ധമില്ല. Resistance R is equal to rho into L divided by A. അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ R is equal to ML divided by NE square A tau. റെസിസ്റ്റിവിറ്റി rho is equal to M by NE square tau. റെസിസ്റ്റിവിറ്റിക്ക് ലെങ്തുമായിട്ടോ ഏരിയ ആയിട്ടോ ഒരു ബന്ധവുമില്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. കോപ്പർ എന്ന് പറയുന്ന ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അവന്റെ റെസിസ്റ്റിവിറ്റി ഇനി എവിടെ പോയാലും എത്ര, ഇപ്പൊ ഒരു കോപ്പർ വയറാണ് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു കോപ്പർ വയർ, ഇതിന്റെ റെസിസ്റ്റിവിറ്റി 50 ആണ്. സപ്പോസ് എക്സാമ്പിൾ 50. ഞാൻ ഇച്ചിരി ഓടിച്ചെടുത്തു, ഇവന്റെ റെസിസ്റ്റിവിറ്റിയും 50 തന്നെ. ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് എത്ര എമൗണ്ടിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യില്ല. ഒരു കിണറിനകത്ത് വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഡെൻസിറ്റി 1000. ഒരു ബക്കറ്റ്, ഒരു മഗ്ഗിനകത്ത് നമ്മൾ വെള്ളം എടുത്താലും ഡെൻസിറ്റി 1000. ഒരു ഡ്രോപ്പ് വാട്ടർ എടുത്താലും അതിന്റെ ഡെൻസിറ്റി 1000 തന്നെയാണ്. ഡെൻസിറ്റി വാട്ടറിന്റെ പ്രോപ്പർട്ടി. അതുപോലെയാണ് റെസിസ്റ്റിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. അതിന്റെ ലെങ്തിനെയോ ഏരിയയോ ഡിപ്പെൻഡ് ചെയ്യില്ല. therefore റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു 50 into 10⁻⁻8 തന്നെ, മാറ്റമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 41ന്റെ സെക്കൻഡ് പാർട്ട്. ഇനി 42nd ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു ഫിഗറാണ്. ഫാരഡേയുടെ ലോ പ്രൂവ് ചെയ്യാനായിട്ട് മോഷണൽ EMF വെച്ചുകൊണ്ട് ഫാരഡേയുടെ ലോ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലെൻസസ് ലോ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിഗറാണ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. മെറ്റാലിക് റോഡ് CD റസ്റ്റ് ഓൺ എ തിക് മെറ്റാലിക് വയർ PQRS വിത്ത്, അതൊക്കെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ. PQR എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഫ്രെയിം, അതിന്റെ മുകളിൽ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ഇവന്റെ ലെങ്ത് എല്ലാണ്, ഇവൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.1 Tesla. ആക്സ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദിസ് പേപ്പർ പോയിന്റിംഗ് ഇൻവേഴ്സ് ഇൻ ടു ദ പ്ലെയിൻ. That is away from the so and so. Now അകത്തേക്കാണ്. The road is now made to slide towards right with a constant velocity of 5 meter per second. How much EMF is induced between the ends of the coil? Simple question. Induced EMF between the ends of the coil E is equal to BLV. That is it is equal to B. B യുടെ വാല്യൂ 0.1. ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാ പറഞ്ഞിരിക്കുന്നത്? PQR മെറ്റാലിക് 50 centimeter. That is it is equal to 0.5. അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി 5 meter per second. That is it is equal to 0.25 volt. വെറും സിമ്പിൾ ആൻസർ. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് what is the direction in which the induced current flows? Induced EMF in induced current in direction, you can Fleming's right hand rule.
Stretch the forefinger, middle finger and thumb of the right hand mutually perpendicular direction. Forefinger magnetic field ഇത് മോഷനുമാണെങ്കിൽ ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കായതുകൊണ്ട് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്ക് ആയതുകൊണ്ട് ഇങ്ങനെ. അപ്പൊ ഇതിനകത്തോട്ട് കറണ്ട് പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കണം? കറണ്ട് പോകുന്നത് മുകളിലേക്ക്. അതായത് സി ഡി എന്ന് പറഞ്ഞ മൂവ് ചെയ്യുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നത് മുകളിലേക്ക്. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഓപ്പൺ സർക്യൂട്ട്. അതുകൊണ്ട് ഇവൻ ഇതിലേ വന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. That is in the direction of CQRDC. CQRDC. That is the direction that is along CQRDC. That is answer is A. Clear ആണല്ലോ? ഇത് നമ്മളെ ഫാരഡേയുടെ ലോ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നു. ഇൻഡ്യൂസ്ഡ് EMF BLB എന്ന് എഴുതുന്നു, ഡയറക്ഷൻ എഴുതുന്നു, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതാണ് അതിന്റെ ഡയറക്ഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 43. ഇതൊക്കെ ഫിഗറൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോരും. ഒന്നുമില്ല, ഇതൊക്കെ വളരെ 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 കൊച്ചു ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഒരു ഡയഗ്രാം തന്നിരിക്കുന്നു. ഒരു കോയിൽ അതിനെ ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു ബാർ മാഗ്നറ്റ് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മാഗ്നറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് അറ്റ് ദ എൻഡ് പി വിൽ ബി. ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. നോർത്ത് പോൾ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ സൈഡ് നോർത്ത് ആവും, ഈ സൈഡ് സൗത്ത് ആവും. അതാണ് അവിടുത്തെ കണ്ടീഷൻ. When north pole is moving towards a coil, then the nearer side of the north pole becomes north and this side becomes opposite south ആവും. ഇനി മാഗ്നറ്റ് ദൂരേക്ക് പോവുകയായിരുന്നു. അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ജോലി എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ആൾവേസ് ഒപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ് EMF. EMF ഉണ്ടാകാൻ കാരണം ആരാണോ അയാൾ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഒരു മാഗ്നറ്റ്, ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു EMF ഉണ്ടാവും. EMF ഉണ്ടായാൽ ആദ്യമേ ഇയാൾ ചോദിക്കുന്നത് ഞാൻ ഉണ്ടാകാൻ കാര്യമെന്ത്? അപ്പൊ നമ്മൾ പറയും ദാ മാഗ്നറ്റ് നിന്റെ അടുത്തേക്ക് വരുന്നു. ഉടനെ പറയും നീ എന്റെ അടുത്തേക്ക് വരണ്ട, തിരിച്ചു പോടാന്ന് പറയും. അതെങ്ങനെ പറയും? ഈ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ ഈ നോർത്ത് പോൾ ഇവനെ റിപ്പൽ ചെയ്യണം, എന്നാലേ തിരിച്ചു പോകാൻ പറ്റൂ. അപ്പോൾ ഈ നോർത്ത് പോളിന്റെ ഈ സൈഡ് നോർത്ത് ആവും. ഇനി ഈ മാഗ്നറ്റിനെ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഫ്ലക്സ് ചെയ്യുകയും ചെയ്യും. EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടായാൽ ആദ്യമേക്കും ഞാൻ ഉണ്ടാകാൻ കാര്യമെന്ത്? ഉടനെ പറയും, നമ്മൾ പറയും ഒരു മാഗ്നറ്റ് ഇതാ ദൂരേക്ക് പോകുന്നു. ഉടനെ പറയും നീ പോലെ തിരിച്ചു പോകാന്ന് പറയും. അപ്പൊ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ റിപ്പൽ ചെയ്യും, നോർത്ത് പോൾ ദൂരേക്ക് പോകുമ്പോൾ അട്രാക്ട് ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ റിപ്പൽ ചെയ്യണമെങ്കിൽ ഇവിടെ നോർത്ത് ആകണം. നോർത്ത് ആകുക എന്ന് പറയുന്നത് ഇങ്ങനെ, ഇവിടെ ഇരിക്കുന്ന കോയിൽ ഇതാണെങ്കിൽ നോർത്ത് അവിടെ എഴുതുക. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി സൗത്ത് ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സർക്കിൾ ഇടുക, അതിനകത്ത് സൗത്ത് എന്ന് എഴുതുക, എസ് എന്ന് എഴുതുക. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സൗത്ത് പോൾ ആകുകയാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും, നോർത്ത് പോൾ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. സിമ്പിൾ. ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. 43rd സെക്കൻഡ് പാർട്ട്. The magnetic pole induced at the end Q of the coil will be. നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ക്യൂവിൽ ഉണ്ടാകുന്ന പോൾ ഏതാണ്? സൗത്ത് പോൾ. അത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ബി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സൗത്ത് പോൾ. രണ്ട് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 44th. രണ്ട് ചോയ്സ് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ. രണ്ട് ചോയ്സ് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 44th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ ഗാൽവനോമീറ്റർ ഈസ് 50 Ohm. It is converted into a voltmeter or an ammeter. Calculate the resistance of the voltmeter and ammeter to an accuracy of 2 significant figure എന്നാണ് പറഞ്ഞിരിക്കുക. 2 SF എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. Only with the mention below in the subpart. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട്മീറ്റർ ആക്കി മാറ്റണം യൂസിങ് 10 kilo. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇതാണ് ഗാൽവനോമീറ്റർ, വോൾട്ട് മീറ്റർ. ഇവന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R effective is equal to G plus R. That is it is equal to 50. G എന്ന് പറയുന്നത് 50, R എന്ന് പറയുന്നത് 10,000. That is equal to 10,000. That is its answer is equal to 10,050 Ohm. ഇതാണ് ആൻസർ. ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഇവിടെ കിടപ്പുണ്ട്, പറയുന്നത് ശ്രദ്ധിച്ചോണം. പക്ഷെ 2SF എന്ന് വെച്ചാൽ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ ഇങ്ങനെ ഒരു ആൻസറും കിടപ്പുണ്ട്.
പക്ഷെ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-0 ഒരു ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു റൂളുണ്ട്, സീറോസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ ഹോൾ നമ്പർ ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. ഒരു ഹോൾ നമ്പറിന്റെ റൈറ്റിൽ വരുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കന്റ്. അതായത് 2530000 എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ, റൈറ്റിലെ സീറോ സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ 10 കിലോ ഓമിനകത്ത് നമുക്ക് എന്ത് എഴുതാം? അതിനകത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ ഇത് 2 കൊണ്ട് എന്റെ ഇതിനകത്ത് ആൻസർ കറക്റ്റ് ആയിട്ടില്ല. 2 സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ഇതാണ് ആൻസർ വേണ്ടത്. ഇനി 44th ബി പാർട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ദിസ് ഗാൽവനോമീറ്റർ ഈസ് കൺവേർട്ടഡ് ഇൻടു ആൻ അമ്മീറ്റർ ബൈ കണക്ടിങ് 10 മില്ലി ഓം. അപ്പോൾ ഈ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസിനെ എടുത്ത് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം. ഷണ്ട് റെസിസ്റ്റൻസിനെ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇവരെ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ജി ഇൻടു എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് 50 ഇൻടു എസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലി ഓം. എസ് എന്ന് പറയുന്നത് 10 മില്ലി ഓം ആണ്. 10 ഇൻടു 10⁻³ 10 ഇൻടു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 അല്ലേ? 10⁻² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01. അപ്പൊ 0.01 ഡിവൈഡഡ് ബൈ 50.01. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെയും ആൻസർ കൊടുത്തിരിക്കുന്നത് 10 മില്ലി ഓം എന്ന് പറയുന്ന പഴയ ആൻസറാണ്. 2 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ അവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ശരി. ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ. 44ന്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് 40 നമ്മളെ 2 ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 3 ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 45th ക്വസ്റ്റ്യൻ. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 bulbs B1 and B2 are connected in series with a source of EMF 250 volt as shown in the figure below. The labels on the bulb reads 250 volt 80 watts and 250 volt 100 watts respectively. What will be the ratio of the resistance of the bulbs R1 and R2? അപ്പൊ ഇവന്റെ വോൾട്ടേജും വാട്ടേജും നമുക്ക് തന്നിട്ടുണ്ട്. Therefore ഞാൻ കണ്ടുപിടിക്കുന്നു റെസിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് ബൾബ് R1 is equal to V1 square divided by P1. That is it is equal to 250 into 250 divided by P1. P1 is equal to ആദ്യത്തെ ബൾബിന്റെ P എത്രയാണ്? 80. ഞാൻ സോൾവ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ റേഷ്യോ ആയതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഇതിന്റെ രണ്ടാമത്തെ ബൾബിന്റെ റെസിസ്റ്റൻസ് R2 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ P2. V2 ഈസ് ഈക്വൽ ഇവിടെ 250 തന്നെയാണ്. 250 into 250 ഡിവൈഡഡ് ബൈ 100. ഒരേ വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ഓർക്കുക പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഇഫ് വി റിമെയിൻസ് സെയിം. വോൾട്ടേജ് സെയിം ആണെങ്കിൽ, കാരണം രണ്ടുപേരുടെയും വോൾട്ടേജ് റേറ്റിംഗ് കൊടുത്തത് 250 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം റെസിസ്റ്റൻസ് R1 ഡിവൈഡഡ് ബൈ R2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 250 ഇതുമായിട്ട് ക്യാൻസൽ ആയി പോയിട്ട് 100 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 4. അങ്ങനെ ഏതാണ് ഇവിടെ കിടക്കുന്ന ആൻസർ നോക്കുക. ദാറ്റ് ഈസ് 5:4. ദാറ്റ് ഈസ് ആൻസർ. വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജ് ഡിഫറന്റ് ആയിരുന്നെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. വോൾട്ടേജ് ഡിഫറൻറ്റ് 250ക്ക് പകരം വേറെ ഇവിടെ 100 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ സോൾവ് ചെയ്യണം. രണ്ടുപേരുടെയും വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡഡ് ബൈ P. വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ. അതായത് പവർ റേറ്റിംഗ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, പവർ കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് നമ്മളിപ്പോൾ 2 ബൾബ് എടുക്കുന്നു. 100 വാട്ട് ബൾബും ഒരു 25 വാട്ട് ബൾബും എടുത്താൽ 25 വാട്ട് ബൾബിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, 100 വാട്ട് ബൾബിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ശരി, ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത 45ന്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ പവർ കൺസ്യൂംഡ് P1 by P2 when connected in series? ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൺസ്യൂം ചെയ്യുന്ന പവറിന്റെ റേഷ്യോ എന്തായിരിക്കും? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പവർ 250 ഇതിനകത്ത് ഒന്നിനകത്തും പോലെ ഇൻ സീരീസ് കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് റിമെയിൻസ് സെയിം, കറണ്ട് സെയിം ആണ്.
Therefore, power is taken as power is equal to I squared R. That is, it is directly proportional to R. Therefore, P1 divided by P2 is equal to R1 divided by R2. That is, it is equal to 5:4. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് R1 by R2 നമ്മൾ കണ്ടുപിടിച്ചതാണ്. R1 by R2 is equal to 5:4. Here, ratio between the power is also equal to R1 by R2. Therefore, it is equal to 5:4. Therefore, answer is equal to A തന്നെയാണ്. ഇവിടെ നമ്മൾ വേറെ ഒരാളും കണ്ടുപിടിക്കുന്ന ഇൻഡിവിജ്വൽ പവർ ഒന്നും നമ്മൾ കണ്ടുപിടിച്ചില്ല. റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് റിമെയിൻസ് സെയിം. Therefore, P is I squared R. I സെയിം ആയതുകൊണ്ട് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ്. Therefore, P1 by P2 is equal to R1 by R2. That is 5:4. ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ 2 bulbs സെയിം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ PD അക്രോസ് എ ബൾബ് V1 and V2? V1നും V2നും കിട്ടുന്ന വോൾട്ടേജിന്റെ റേഷ്യോ എത്ര നോക്കുക. ഇവിടെയും നമ്മൾ പറയുന്നു V is equal to IR. നമ്മൾ ആദ്യമേ എടുക്കേണ്ട കണ്ടീഷൻ ഇതാണ്. ഇവിടെയും നമ്മൾ എന്ത് പറയണം? ഇൻ സീരീസ് കോമ്പിനേഷൻ സെയിം ആൻസർ. ഇൻ സീരീസ് കോമ്പിനേഷൻ സീരീസ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് പറ്റി? അപ്പോട്ടെ, ഞാൻ തൽക്കാലം നമുക്ക് തൽക്കാലം വേറൊരു. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാം? സീരീസ് കോമ്പിനേഷനകത്ത് കറണ്ട് റിമെയിൻസ് സെയിം. കറണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഇവന് കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കണം? V1 is equal to I into R1, V2 is equal to, therefore voltage is equal to I into R. That is, it is directly proportional to R. Therefore നമുക്ക് പറയാം V1 divided by V2 is equal to R1 divided by R2. That is also equal to 5:4. ഒരു വ്യത്യാസമില്ല. മൂന്നിന്റെ ആൻസറും 5:4 ആണ്. Here it is also equal to 5:4. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സീരീസ് ഇതെല്ലാം പാരലായിട്ട് വരികയായിരുന്നെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം മാറ്റിയിട്ട് പവറിന് ഈസ് ഈക്വൽ ടു I സ്ക്വയർഡ് R എന്ന് എടുത്ത സ്ഥാനത്ത് V സ്ക്വയർ ബൈ R എന്ന് എടുക്കേണ്ടി വന്നേനെ. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പൊ ഓർക്കുക സീരീസ് കോമ്പിനേഷൻ അത് കറണ്ട് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. നമ്മൾ എല്ലാ ക്വാണ്ടിറ്റികളും കണ്ടുപിടിച്ചത് കറണ്ടിന്റെ ടേമിൽ ആണ്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റിന്റെ തേർഡ് പാർട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് 46th ക്വസ്റ്റിനകത്തേക്ക് കിടക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് സെഷനോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. ഓക്കെ.